എൻട്രൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ഓൾ യൂണിറ്റ് എക്സാം അവിടെ 81 ചാപ്റ്റർ ഉണ്ട്. ഈ 81 ചാപ്റ്ററും തലേ ദിവസങ്ങളിൽ റിവൈസ് ചെയ്തിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല. 2024 നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും സിമ്പിൾ എക്സാമും 2025 ഇതുവരെ ഏറ്റവും ടഫും രണ്ട് എക്സ്ട്രീമുകൾക്ക് ശേഷമാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ നിൽക്കുക. ഇപ്പം നീറ്റ് എക്സാം ഹാളിൽ ഒരു കുട്ടി എങ്ങനെയാണോ ഒരു എക്സാം എഴുതുന്നത് അതേ സാഹചര്യം നമ്മൾ ബ്രില്യൻ്റ് എക്സാം ഹാളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം 81 ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള എക്സാം എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ 81 ചാപ്റ്ററിന് റിവിഷനാണ് ആ കുട്ടി ഒരു 3 മണിക്കൂർ സമയം കൊണ്ട് നടത്തുക. എക്സാം കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ അവൻ്റെ റാങ്ക് ലിസ്റ്റ്, അവൻ്റെ എക്സാക്ട് പൊസിഷൻ അത് മിടുക്കരായ വിദ്യാർത്ഥിയുടെ ഒപ്പമായതുകൊണ്ട് അവന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്. എക്സാമാണ് ആക്ച്വലി റിവിഷൻ. അതുകൊണ്ട് ഈ എക്സാം റിവിഷനായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ എക്സാം നമ്മളെ ബോധ്യപ്പെടുത്തി തരുക, ഇത് ഇന്ന കാര്യം ഞാൻ മറന്നുപോയി. നീറ്റ് എക്സാം കഴിയുമ്പോൾ നമ്മുടെ ബ്രില്യൻ്റിലെ കുട്ടികൾ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ബ്രില്യൻ്റിലെ എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നോ ആ ഒരു ഫീലിങ്സോട് തന്നെയാണ് നീറ്റ് എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുന്നത് പറയാറുണ്ട്. ഹായ് ഓൾ. ഹായ്. നീറ്റ് 2026 ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയം BTSന് അഥവാ ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസിന് മികച്ച സ്വീകാര്യതയാണ് കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ +2 ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. +2 കഴിഞ്ഞ് മറ്റ് കോഴ്സുകൾക്കൊക്കെ പോയി ഒരിക്കൽ കൂടി നീറ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും BTS അതായത് ബ്രില്യൻറ്റിന്റെ എക്സാമിന്റെ ഭാഗമാകുന്നു. BTS പ്രോഗ്രാമിൽ വളരെയധികം എൻക്വയറീസ് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനായ ജോസഫ് സാറാണ്. ജോസഫ് സാർ ബ്രില്യൻറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഒപ്പം BTS പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. ജോസഫ് സാർ, എന്തുകൊണ്ടാണ് BTS പ്രോഗ്രാമിന് ഇത്ര വലിയ സ്വീകാര്യത ലഭിക്കുന്നത്? സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ദിവസങ്ങളിൽ നിരവധി അഡ്മിഷനാണ് BTS പ്രോഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ കാരണം നമ്മുടെ എക്സാം സിസ്റ്റം തന്നെയാണ്. കാരണം മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം എക്സാം എഴുതാനായിട്ട് ഏതൊരു വിദ്യാർത്ഥിക്കും അവസരം കിട്ടുന്നു. രണ്ടാമത് കേരളത്തിലുടനീളം നമ്മുടെ എക്സാം സെൻറ്ററുകൾ 40-ലധികം സെൻറ്റർ എല്ലാ ജില്ലയിലും, പിന്നെ ദുബായിലും ബാംഗ്ലൂരും വേറെ. ഇതുകൂടാണ്ട് എക്സാം എഴുതുന്ന ഓരോ കുട്ടിക്കും എക്സാമിന് ശേഷം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വീഡിയോ സൊല്യൂഷൻസ് അത് ലേണിംഗ് ആപ്പിൽ, ഇനി ഏതെങ്കിലും ഒരു ഡൗട്ട് ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കുട്ടിക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ 81 ചാപ്റ്ററിൻ്റെയും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്നു. നിരവധി എക്സാംസ് ഈ ലേണിംഗ് ആപ്പിൽ. അപ്പോൾ ഒരു കുട്ടിക്ക് എന്താണ് ആക്ച്വലി നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് അതെല്ലാം നമ്മുടെ ഈ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് മെൻറ്റർ സപ്പോർട്ട്, കുട്ടിയെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് അവനെ താഴേന്ന് എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ വേണ്ടി ഓരോ കുട്ടിക്കും നമ്മൾ മെൻറ്റർ സപ്പോർട്ട് കൊടുക്കുന്നു. അതിനേക്കാളെല്ലാം ഏറ്റവും ഉപരിയായിട്ട് എക്സാം നടക്കുന്ന അന്ന് തന്നെ നമ്മൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ കുട്ടിക്ക് എന്താണ് ആഴ്ചയിൽ സംഭവിച്ചത്, അവൻ്റെ പഠനം എങ്ങനെയുണ്ട്, ഇനി എന്തുമാത്രം ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ, മറ്റൊരു ദിവസത്തേക്കല്ല നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത. എക്സാം കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ അവൻ്റെ റാങ്ക് ലിസ്റ്റ്, അവൻ്റെ എക്സാക്ട് പൊസിഷൻ അത് മിടുക്കരായ വിദ്യാർത്ഥിയുടെ ഒപ്പമായതുകൊണ്ട് അവന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്. അത് മെൻറ്ററിൻ്റെ സപ്പോർട്ട് കൂടി ഡയറക്ടറുടെ മീറ്റിങ്ങിൽ കൃത്യമായ അവയർനെസ്സോട് കൂടി കുട്ടിക്ക് അവൈലബിൾ ആവുകയാണ്. അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആകുന്ന ഒരു സംവിധാനം ബ്രില്യൻ്റിലുള്ളപ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയൊരു സ്വീകാര്യത ലഭിക്കുക സത്യമായ കാര്യമാണല്ലോ. സാർ, നമ്മുടെ BTS കുറച്ച് മുന്നിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ BTS പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയായിരിക്കും ലഭിക്കുക? തീർച്ചയായിട്ടും ഇപ്പോൾ യൂണിറ്റ് എക്സാം കഴിഞ്ഞു. നമുക്കറിയാം ജനുവരി മാസം നമ്മൾ യൂണിറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ ടോട്ടൽ ചാപ്റ്ററുകളെ പല യൂണിറ്റുകളായിട്ട് തിരിച്ച് ആ രീതിയിലുള്ള എക്സാമുകൾ കഴിഞ്ഞു. ഇപ്പോൾ യൂണിറ്റ് കോമ്പിനേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പല യൂണിറ്റുകളെ മിക്സ് ചെയ്ത് യൂണിറ്റ് 1+2+3 അങ്ങനെ യൂണിറ്റ് കോമ്പിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം യൂണിറ്റ് എക്സാമിൽ നമ്മൾ തിയറിയെ ഫോക്കസ് ചെയ്താണ് എക്സാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികൾ തീരെ സ്ട്രോങ് ആകുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ മെയിനായിട്ടും യൂണിറ്റ് എക്സാമുകൾ. അപ്പോൾ ആ ഒരു റൗണ്ട് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാർച്ച് 25 മുതൽ നമ്മൾ ഓൾ യൂണിറ്റ് എക്സാം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 20-ലധികം എക്സാമുകളാണ് ഈ മാർച്ച് 25 മുതൽ അങ്ങോട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം തലേദിവസം പ്രിപ്പറേറ്ററി എക്സാം. അപ്പം 40-ലധികം എക്സാംസ് ഒരു കുട്ടിക്ക് BTS ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാർച്ച് 25 മുതൽ എഴുതാനുള്ള അവസരം കിട്ടുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും BTSന് എല്ലാ ഫീച്ചേഴ്സും ജോയിൻ ആകുമ്പോൾ ആ കുട്ടിക്ക് നന്നായിട്ട് അവൻ്റെ സബ്ജക്റ്റിൽ സ്ട്രോങ് ആകാൻ, പ്രത്യേകിച്ചും തിയറിയൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആവാനുള്ള വലിയൊരു അവസരം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ BTSിലേക്കുള്ള ആ എൻക്വയറീസ് ഇപ്പോൾ കൂടിയെന്ന് പറഞ്ഞതും അഡ്മിഷൻ കൂടിയെന്ന് ഞാൻ പറഞ്ഞതും അതിൻ്റെ ബേസിലാണ്. സാർ, ഇപ്പോൾ ഒരു BTS പ്രോഗ്രാമിൻ്റെ ഒരു പകുതി സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കുട്ടികളിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ BTSൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് എക്സാംസിനെ സമീപിക്കുമ്പോഴൊക്കെ മാറ്റാൻ സാധിക്കുക, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് സാറിന് പറയാം. തീർച്ചയായിട്ടും
ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, യൂണിറ്റ് എക്സാം കഴിഞ്ഞു, അവിടെ നമ്മൾ തിയറിക്കാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ തിയറി സ്ട്രോങ് ആയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കേണ്ട അവസരമാണ് ഇനിയുള്ള കാലം മുഴുവൻ. അപ്പോൾ എൻട്രൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എൻട്രൻസിൽ നീറ്റ് എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവിടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് ടെസ്റ്റ് സീരീസിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവും. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ കുത്തിയിരുന്ന് പഠിക്കുക, പിറ്റേ ദിവസം എങ്കിൽ മാത്രമേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, പിറ്റേ ദിവസം എക്സാമിന് നല്ല കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. പക്ഷേ എല്ലാവർക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ഓൾ യൂണിറ്റ് എക്സാം അവിടെ 81 ചാപ്റ്റർ ഉണ്ട്. ഈ 81 ചാപ്റ്ററും തലേ ദിവസങ്ങളിൽ റിവൈസ് ചെയ്തിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത വരിക. അപ്പോൾ ഇവിടെ എക്സാം റിവിഷനായിട്ട് മാറുന്നൊരു പ്രത്യേകതയാണ് നമ്മുടെ ടെസ്റ്റ് സീരീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം 81 ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള എക്സാം എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ 81 ചാപ്റ്ററിന് റിവിഷനാണ് ആ കുട്ടി ഒരു 3 മണിക്കൂർ സമയം കൊണ്ട് നടത്തുക. അങ്ങനെ നിരവധി ഓൾ യൂണിറ്റ് എക്സാമിൽ എഴുതുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ഓരോ എക്സാമും ഒരു ഓൾ യൂണിറ്റ് എക്സാമുകൾ റിവിഷനായി മാറുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് കുട്ടികൾ താല്പര്യത്തോടെ അറ്റൻഡ് ചെയ്യുക. അപ്പം കുട്ടികൾക്കൊരു കൺസേൺ ഉണ്ട്, ഇന്ന് പഠിച്ചെങ്കിലേ നാളെ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. പക്ഷേ ആ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സാമാണ് റിവിഷൻ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എക്സാമാണ് ആക്ച്വലി റിവിഷൻ. അതുകൊണ്ട് എക്സാം റിവിഷനായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ എക്സാം നമ്മളെ ബോധ്യപ്പെടുത്തി തരുക, ഇത് ഇന്ന കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ എക്സാമിന് ശേഷം കുട്ടിക്ക് അത് പോയി കറക്ഷൻ്റെ ഭാഗമായിട്ട് അത് പഠിക്കാൻ പറ്റും. അല്ലാതെ എക്സാമിന് മറന്നുപോയത്, തെറ്റിപ്പോയത് ഒരിക്കലും ടെൻഷനായിട്ടല്ല BTSലെ കുട്ടികൾ സ്വീകരിക്കുക. അത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടി ബെറ്ററായിട്ട് എക്സാം എഴുതാനുള്ള അവസരമായി മാറുകയും ചെയ്യും. ഓക്കെ സാർ, ഇപ്പോൾ ജോസഫ് സാർ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് ഈ ഒരു BTS ഇനിയുള്ള മാസങ്ങളിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുക എന്ന്. സാർ, നമ്മൾ ഓൾറെഡി തുടങ്ങിയപ്പോൾ നമ്മുടെ ബാച്ച് കുറച്ചൊന്നും മുന്നോട്ട് പോയി. അപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ ടെസ്റ്റ് സീരീസിലേക്ക് ആഡ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമോ? തീർച്ചയായിട്ടും ഇനിയും ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ യൂണിറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അവർക്ക് സമയം പോലെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇതെല്ലാം നമ്മുടെ ഈ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് വീഡിയോ സൊല്യൂഷനാണ്. അവർക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഡൗട്ട് തോന്നിയെങ്കിൽ ആ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്, അല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ ഒരു കുട്ടി വീഡിയോ സൊല്യൂഷൻ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് കുട്ടിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നുമില്ല. ആ കുട്ടിക്ക് അറിയാൻ മേലാത്ത ഡൗട്ടുള്ളത് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്ത് കാണാനായിട്ടുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ആ കുട്ടിക്ക് സമയം നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ സാർ, നീറ്റ് 2025 വരുമ്പോൾ അത് ഭയങ്കര ടഫസ്റ്റ് എക്സാം ആയിരുന്നു. അതുവരെ നടന്നതിലെ ടഫ് എക്സാം. അതെ, അപ്പോൾ ചരിത്രത്തിലെ ആ ഒരു ടഫസ്റ്റ് എക്സാം കഴിഞ്ഞിപ്പോൾ ഒരു പക്ഷേ കുട്ടികളൊക്കെ ഇനി വരുന്ന വർഷം ഇതുപോലെ ടഫ് ആകുമോ, അതോ മോഡറേറ്റ് ആയിരിക്കുമോ, ഈസി ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് സാറിന് എങ്ങനെയാണ് പറയാൻ പറ്റുക ഒരു BTSലെ കോർഡിനേറ്റർ എന്ന നിലയിൽ? തീർച്ചയായിട്ടും 2024 നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും സിമ്പിൾ എക്സാമും 2025 ഇതുവരെ ഏറ്റവും ടഫും, 2 എക്സ്ട്രീമുകൾക്ക് ശേഷമാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ നിൽക്കുക. അതുകൊണ്ട് അടുത്ത എക്സാം എങ്ങനെയായിരിക്കും, സിമ്പിൾ ആയിരിക്കോ ടഫ് ആയിരിക്കോ, നമുക്കൊരിക്കലും ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാം പ്രതീക്ഷിക്കുന്നു, മോഡറേറ്റും ആവാം, എന്തുമാകാം. പക്ഷെ നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതും പ്രതീക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ടഫായ എക്സാം കുട്ടികൾക്ക് നടത്തുന്നുണ്ട്, സിമ്പിൾ നടത്തുന്നുണ്ട്, ആവറേജ് എക്സാം നടത്തുന്നുണ്ട്. എല്ലാ രീതിയിലും അതോടൊപ്പം ഫിസിക്സ് ടഫ്, ബയോളജി സിമ്പിൾ, കെമിസ്ട്രി ടഫ്, ഫിസിക്സ് ആവറേജ്, അങ്ങനെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ഇന്ത്യ ഡിസൈൻ ചെയ്താലും അത് നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത് ബുദ്ധിമുട്ടായി മാറരുത്. അപ്പോൾ അത് നമ്മുടെ ഒരു കൺസേൺ തന്നെയാണ്. കുട്ടികൾക്ക് അതൊരു ടെൻഷനായി മാറരുത്. അപ്പോൾ അവരുടെ ടൈം മാനേജ്മെൻറ്റ് അത് പ്രോപ്പറാക്കി എടുക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. എക്സാമിൽ ടഫായ ക്വസ്റ്റിനും ടൈം കൺസ്യൂമിംഗ് ആയ ക്വസ്റ്റിനും അറിയാൻ മേലാത്ത ക്വസ്റ്റിനും ഒക്കെ സ്കിപ്പ് ചെയ്ത് വരേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതൊക്കെ മെൻ്റൽ സപ്പോർട്ട് വഴി നമ്മുടെ മീറ്റിംഗ് വഴി കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുക. സിമ്പിളായ എക്സാം ആണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യണം, ടഫായ എക്സാം ആണെങ്കിൽ ഏതൊക്കെ രീതിയിൽ അത് അറ്റൻഡ് ചെയ്യണം, അതെല്ലാം നമ്മൾ നിർദ്ദേശം നമ്മൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായ ഒരു ഡയറക്ഷനിലൂടെയാണ് നമ്മൾ കുട്ടികളെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും അത് മാനേജ് ചെയ്യത്തക്ക രീതിയിലുള്ള എക്സാം സിസ്റ്റം നമുക്കുണ്ട്. സർ, ബ്രില്യൻറ്റിൻ്റെ ഒരു 41 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കീ ഫീച്ചറാണ് BTS പ്രോഗ്രാമിലെ റിഹേഴ്സൽ മോഡൽ എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് റിഹേഴ്സൽ മോഡൽ? റിഹേഴ്സൽ മോഡൽ എന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ റിഹേഴ്സലാണ്. അതെ. ഇപ്പം നീറ്റ് എക്സാം ഹാളിൽ ഒരു കുട്ടി എങ്ങനെയാണോ ഒരു എക്സാം എഴുതുന്നത് അതേ സാഹചര്യം നമ്മൾ ബ്രില്യൻറ്റിലെ എക്സാം ഹാളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, 1-2 എക്സാംസ് പറയാം സാർ. ഇപ്പോൾ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് എക്സാം ഉച്ച കഴിഞ്ഞാണ് 2 തൊട്ട് 5 വരെ. അപ്പോൾ നമ്മുടെ എക്സാം ടൈം റിഹേഴ്സൽ മോഡൽ നമ്മൾ ഓൾ യൂണിറ്റ് മുതലേ നമ്മൾ 2 to 5 ആയിരിക്കും. 1:30 കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കും. 1:30 മുതൽ 2 വരെ കൂൾ ഓഫ് ടൈം. ആ കൂൾ ഓഫ് ടൈമിൽ ടീച്ചേഴ്സ് OMR ഷീറ്റ് കൊടുക്കുന്നു, അറ്റൻഡൻസ് സൈൻ ചെയ്യിക്കുന്നു, അങ്ങനെ വെരിഫിക്കേഷൻസ് എല്ലാം നടത്തുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സീൽഡ് ആയിരിക്കും. നീറ്റിൻ്റെ എക്സാം ഹാളിൽ ഒരു ഇൻവിജിലേറ്റർ അവരോടൊപ്പം എങ്ങനെയാണോ അതേ രീതിയിലുള്ള ഡീലിങ്സിൽ
അതേ രീതിയിൽ വാച്ച് എല്ലാം മാറ്റി മറ്റ് ടൈമിങ്സ് ഒക്കെ കാണാം. ടൈം എല്ലാ ക്ലാസ് റൂമിലും ക്ലോക്ക് എല്ലാം ഉണ്ട്. അതിപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ എല്ലാം ഉണ്ട് ആക്ച്വലി. ഈ സംവിധാനം എല്ലാം ഒരുക്കി നീറ്റ് എക്സാം ഹാളിൽ ഒരു കുട്ടി റിയലി എങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകുന്നോ അതേ രീതിയിൽ അതേ ഫീലിങ്സിൽ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും റിഹേഴ്സൽ മോഡിൽ കുട്ടികൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും. അതായത് പെട്ടെന്നൊരു എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഉള്ള ആ ഒരു ടെൻഷനോ ഭയമോ ഒന്നും ഇല്ലാതെ ബ്രില്യൻറ്റിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ധൈര്യപൂർവ്വം എക്സാം ഹാളിലേക്ക് മാറ്റും. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, അതുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും എക്സാം വഴി നീറ്റ് എക്സാം കഴിയുമ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ കുട്ടികൾ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ബ്രില്യൻറ്റിലെ എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നോ ആ ഒരു ഫീലിങ്സോട് തന്നെയാണ് നീറ്റ് എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുന്നത് പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ഈ ഒരു റിഹേഴ്സൽ മോഡലും നമ്മുടെ ഈ ഓൾ യൂണിറ്റ് എക്സാമും ഒക്കെ എഴുതി പ്രാക്ടീസ് ആകുന്ന കുട്ടികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അങ്ങനെ അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ആക്കി മാറ്റിയിരിക്കുക നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ എല്ലാം. സാർ, അതുപോലെ ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് ഒന്ന് വിവരിക്കാം. സാറേ, വളരെ തുച്ഛമായൊരു ഫീസ് മാത്രമേ നമ്മൾ BTS കോഴ്സിൽ ഈടാക്കുന്നുള്ളൂ. അതോടൊപ്പം അത്യാവശ്യം മെറിറ്റുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ആ എമൗണ്ട് സ്കോളർഷിപ്പായിട്ട് പോലും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ എത്ര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്ന നമ്മുടെ നല്ലൊരു പ്രോഗ്രാം ആണ്. കാരണം നമ്മൾ റിപ്പീറ്റേഴ്സിന് കൊടുക്കുന്ന ആ എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുക്കുന്ന സെയിം എക്സാമുകളും രീതികളും സംവിധാനങ്ങളുമാണ് നമ്മുടെ BTSൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിക്കും കൊടുക്കുന്നത്. വളരെ വലിയ സർവീസ് നമ്മൾ BTSൽ നൽകുന്നുണ്ടെങ്കിലും നമ്മൾ ചെറിയൊരു ഫീസ് മാത്രമേ അതിൽ നിന്ന് ഈടാക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് നിരവധി വർഷങ്ങളായി ഒരുപാട് റാങ്കുകളും റിസൾട്ടുകളും ഒക്കെ നേടിത്തന്ന ഒരു പ്രോഗ്രാമാണ് BTS എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ജോസഫ് സാറ് BTS പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് ആ പ്രോഗ്രാമിനെ കുറിച്ച് മാത്രം പറയുകയല്ലായിരുന്നു, അതിൽ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് മാനസികമായി എങ്ങനെ ആ വിദ്യാർത്ഥി എക്സാമിന് തയ്യാറെടുക്കണം, അല്ലെ, ശാരീരികമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, എക്സാം ഹാളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഓരോ വിദ്യാർത്ഥിയും പരിചയപ്പെട്ടിരിക്കണം എന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ജോസഫ് സാറും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അറിയാൻ കേരളമെമ്പാടുമുള്ള അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ ഞങ്ങളെ കേൾക്കുന്ന മലയാളികൾക്കൊക്കെ താല്പര്യമുണ്ടായിരിക്കും. അപ്പോൾ brilliantpala.org എന്ന നമ്മുടെ വെബ്സൈറ്റിൽ BTS എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.